നഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ ഇറാനായിരിക്കും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുക. കാരണം അവരുടെ ആളുകളുടെ മരണം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരുടെ മരണം, അവരുടെ ഭരണകർത്താക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ മരണം, അതുപോലെ കുറേ മാസ് ഡിസ്ട്രക്ഷൻ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം ആളപായമൊന്നും ഇസ്രായേലിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ഇറാന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു നഷ്ടത്തിൻ്റെ കണക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ച ഒരു രീതിയുണ്ടല്ലോ, അതെടുത്ത് നോക്കുമ്പോൾ ഇറാൻ്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഇപ്പോൾ ട്രംപ് ഇപ്പോൾ സികേഷ് സൂചിപ്പിച്ചതുപോലെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും ട്രംപായാലും നെതന്യാഹു ആയാലും പറഞ്ഞ രണ്ട് കാര്യങ്ങളെന്താ? ഒന്ന് റെജിം ചേഞ്ചാണ്, രണ്ടാമത്തത് ആണവ നിരായുധീകരണമാണ്. ഇത് രണ്ടും നടന്നിട്ടില്ല. രണ്ടും നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇനി ഈ രാജ്യങ്ങൾക്കും ഈ ഭരണകർത്താക്കൾക്കുമില്ല. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇറാൻ്റെ സമ്പൂർണ്ണ വിജയമായിട്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം ഈ ആണവ നിരായുധീകരണത്തെ സംബന്ധിച്ച്. ഇപ്പോൾ ആണവ നിരായുധീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് ഇത്രയധികം ആക്രമണം നടത്തിയ മറ്റൊരു രാജ്യം ഇല്ല എന്ന് നമുക്കറിയാം, അമേരിക്കയെക്കുറിച്ച്. അവിടെ ഒരു ആണവ കേന്ദ്രത്തിലാണ് ഇവർ ബങ്കർ ബസ്റ്റർ പ്രയോഗിക്കുന്നത്. അതായത് ആഴത്തിലുള്ള പിന്നെ എന്തുണ്ടെങ്കിലും അതിനെ തകർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ബോംബാണല്ലോ അത്. അപ്പം സ്വാഭാവികമായും യുറേനിയം സൂക്ഷിക്കുന്നത് അത്രയും സുരക്ഷിതമായ ഒരിടത്തായിരിക്കും. അപ്പം ഒരു ആണവ കേന്ദ്രം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആണവ ബോംബ് നിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു ആക്രമണം അമേരിക്കയ്ക്ക് നടത്താൻ എങ്ങനെ ധൈര്യം വന്നു? ഒന്നുകിൽ അവിടെ അങ്ങനെ ആണവ വികിരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളെല്ലാം ചത്തൊടുങ്ങിക്കോട്ടെ. ആ നാട്ടിലെ ആളുകൾ മാത്രമല്ലല്ലോ മരിക്കുക. ഒരു ആണവ വികിരണം എന്ന് പറഞ്ഞാൽ ഒരു ആണവ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു ആണവ ബോംബിടുന്നത് പോലല്ലല്ലോ, ഒരുപാട് ബോംബുകളുടെ ഒരു കേന്ദ്രമായിരിക്കുമല്ലോ ആണവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ആ ആണവ വികിരണങ്ങൾ ഒന്നാകെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്ത് എത്രയിടത്തത് വ്യാപിക്കും. അപ്പം ഒരു ആണവ കേന്ദ്രം ആക്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇതൊക്കെ ചിന്തിക്കേണ്ടി വരില്ലേ? അപ്പോൾ അമേരിക്ക ചിന്തിച്ചത് എന്തായിരിക്കും? ഒന്നുകിൽ അവിടെ ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നേരത്തെ അമേരിക്ക ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്ന് നമുക്കറിയാം. അത് പൂർണ്ണമായും ആ രാജ്യത്തെ നശിപ്പിച്ച ശേഷം മാത്രമേ അവിടെ നിന്ന് അമേരിക്കയുടെ സൈന്യം പിന്മാറാറുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകർത്താവിനെ കീഴടക്കി തൂക്കിക്കൊന്നതിന് ശേഷമേ പിന്മാറാറുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ലല്ലോ. ഇവിടെ അതൊന്നും സംഭവിക്കാതെ ഇതെല്ലാം ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു തുടങ്ങി പെട്ടെന്നൊരു ദിവസം അദ്ദേഹം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ബേസായ ഖത്തറിലേക്ക് മിസൈലുകൾ തുടർച്ചയായി, അതൊരു ടോക്കൺ അറ്റാക്കാണെന്ന് പറഞ്ഞാലും സിംബോളിക് അറ്റാക്കാണെന്ന് പറഞ്ഞാലും അവിടേക്ക് ഇത്രത്തോളം മിസൈലുകൾ വരികയൊക്കെ ചെയ്തു. തൊട്ട് പിന്നാലെ അദ്ദേഹം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. അതായത് ഞാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് മൂപ്പരുടെ നിലപാട്. അത് മറ്റു രണ്ട് രാജ്യങ്ങൾ സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് വ്യക്തമാകുന്നുള്ളൂ. അദ്ദേഹം പ്രഖ്യാപിച്ചതിന് ശേഷവും ആക്രമണം തുടരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും കുപിഷ്ടനായി നിർത്താൻ പറയുന്നു. നെതന്യാഹുവിനോട് വരെ അദ്ദേഹത്തിന് രോഷാകുലനാകേണ്ടി വരുന്ന അവസ്ഥയും അദ്ദേഹത്തോട് തെറി പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലുള്ള പങ്ക് എന്താണെന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാം വ്യാപാരമാണ്. ഒരു രാജ്യം നശിച്ചാൽ അദ്ദേഹത്തിന് വ്യാപാരത്തിൽ ഇത്ര കുറവുണ്ടാകും എന്നുള്ളതാണ് മൂപ്പരുടെ കണക്ക്. ആ കണക്ക് പ്രകാരമാണ് മൂപ്പർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള തീരുവ പ്രശ്നം, ഫ്രാൻസുമായിട്ടുള്ള തീരുവ പ്രശ്നം, ഇതൊക്കെ അദ്ദേഹത്തിൽ അതിന് മാറ്റം വരുത്തിയെന്തുകൊണ്ടാണ്? ഇത്തരം വ്യാപാര പ്രശ്നം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അദ്ദേഹം ഇടപെട്ടെന്നുകൊണ്ടാണ് ഈ വ്യാപാരത്തിലുണ്ടാകുന്ന ഇഷ്യൂസ്. അങ്ങനെ ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരണയായി കാണാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇത് ഇറാൻ്റെ വിജയമാണ്, ഒരു തർക്കവുമില്ല. സാധാരണ അമേരിക്ക ഇടപെടുന്നൊരു കേസിൽ അമേരിക്ക തന്നെയായിരിക്കും അത് മേൽക്കൈ നേടുക. ഇപ്പം പക്ഷേ പല ശാക്തിക ചേരികൾ രൂപപ്പെടുകയാണ്. ചൈന ആയാലും റഷ്യ ആയാലും ഒക്കെ അമേരിക്കയ്ക്ക് വെല്ലുവിളി തീർക്കാൻ ഇവിടെ പലർക്കും സാധിക്കും എന്നുള്ള ഒരു നല്ല സൂചന ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് ഭാഗത്തും നശീകരണം ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഫലസ്തീനിലെ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറയണ്ടേ? അത് പറയില്ല. കാരണം ഫലസ്തീൻ്റെ അടുത്തോ ഹമാസിൻ്റെ അടുത്തോ ഇവരെ ചെറുക്കാനുള്ള ആയുധങ്ങളില്ല, ആൾശക്തിയില്ല എന്ന് ട്രംപിനറിയാം. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയം ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിക്കും. പക്ഷേ ഇറാനിൽ അത് സാധിക്കില്ല. ഇറാനിൽ അത്തരം ആക്രമണം നടത്തിയാൽ തിരിച്ചാക്രമിക്കപ്പെടും, US ആക്രമിക്കപ്പെട്ടേക്കാം. അത്തരത്തിൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേലും ഒപ്പം ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ടായത്.